ഹലോ ജയശേട്ടാ, ഒന്ന് കാണാൻ പറ്റുമോ? ജാതകം കിട്ടി സാറേ, ജീവിതം സെറ്റ് സാറേ, ഐ ഗോട്ട് മൈ ഡൈനോസറേ, എന്നിട്ട് മാറി സാറേ, ജാതകം കിട്ടി സാറേ. ബിരിയാണി ചേട്ടാ, ട്രിപ്പെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? ആ ട്രിപ്പൊക്കെ സൂപ്പറായിരുന്നു. അതെയോ? ഞാൻ രണ്ട് CB പറഞ്ഞിട്ടുണ്ട്. ഏട്ട് ചിക്കൻ ബിരിയാണി കഴിക്കൂലേ? MBA കൂടുതൽ ഇഷ്ടം ഏ? മട്ടൻ ബിരിയാണി. ആ CB കഴിക്കും സർ. ഇതിലെന്താടോ മുട്ടയില്ലാത്ത? ഇവിടെ മുട്ട വെക്കില്ല സർ. ആ ഇവിടുത്തെ കോഴികളൊന്നും മുട്ടയിടൂല. അറിയില്ല സർ, ഞാനിവിടെ പുതിയ ആളാ. അടുക്കളയിൽ പോയി 2 മുട്ട എടുത്തിട്ട് വാ. ശരി സർ. ഒയിങ്ങിയ ആ ആ പിന്നെ എന്താ കിട്ടുന്ന പാവാടെ അല്ല. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കാണുന്നത് മോശമെന്നാ പണ്ടുള്ള ആൾക്കാർ പറയാം. പക്ഷെ എല്ലാം ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ജയശേട്ടാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ജയശേട്ടൻ പീസ്ഫുള്ളായിട്ട് കേൾക്കണം. ഒട്ടും എജിറ്റേറ്റഡ് ആവരുത്. അത് എനിക്കൊരു ഇഷ്ടമുണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. ജയശേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. മനസ്സിലായി മനസ്സിലായി. ഫ്രാങ്ക് ആണല്ലേ? എടുത്തു ക്യാമറ എടുത്തു. ഫ്രണ്ട്സ് അല്ല ഐഡിയല്ല എടുത്തു. പ്രാങ്ക് ഒന്നുമല്ല, സത്യമായിട്ടും മരിച്ചുപോയ എൻ്റെ അമ്മമ്മയാണ് സത്യം. ജയശേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. കല്യാണം ഉറപ്പിച്ച സമയത്തിന്റെ വായിൽ എന്തേലും ഉണ്ടം പൊരിയും. മണ്ഡപവും ബുക്ക് ചെയ്ത് കല്യാണം കത്തുമടിച്ച് നാട്ടുകാർ മൊത്തം വിളിച്ചതിന് ശേഷം തോന്നിയ ദിവസം പറയാ. എനിക്ക് എന്റെ പുരക്കാരോട് പറഞ്ഞൂടേനോ? അറ്റ്ലീസ്റ്റ് എന്നെ ഇഷ്ടമല്ലെന്നെങ്കിലും പറഞ്ഞൂടേനോ? ഏട്ടനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നെ പക്ഷെ അതിന് ശേഷം ഞാൻ എൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞത്. LKG തൊട്ട് എൻ്റെ ഒപ്പരം പഠിച്ച ആളാ. ഞങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ഒന്നായിരുന്നു. ഇഷ്ടമുള്ള സിനിമ, ഇഷ്ടമുള്ള പാട്ട്, ഇഷ്ടമുള്ള നിറം, അങ്ങനെ അങ്ങനെ. മോനേതാ ഏത് നായി അത്? കൃഷ്ണ, പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ഒരുമിച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ അന്ന് വയനാട്ടിലേക്ക് ആ ട്രിപ്പ് പോയെ. അന്നവിടെ ഒരുമിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ പ്രണയത്തിന് മഴവില്ലിൻ്റെ അഴകാണെന്ന്. ഇതാ സർ, സാറിന്റെ പുഴുങ്ങിയ മുട്ട. ചേട്ടാ, ഞങ്ങളുടെ പ്രണയത്തിന് ജയശേട്ടനെതിരെ നിൽക്കരുത്. എന്നെ ഇഷ്ടമായില്ലെന്നേ വീട്ടിൽ പറയാവൂ. ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ചേട്ടൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. നിങ്ങൾ രണ്ടുപേരും ഞാൻ മൊണ്ണനാന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഐഡിയ അല്ല എനിക്ക് മനസ്സിലായി. നല്ല തിരക്കുള്ള റെസ്റ്റോറന്റിൽ കൊണ്ടുവന്ന ഞാൻ ഒറ്റപ്പാടാക്കൂല എന്ന് വിചാരിച്ചിട്ടല്ലേ? എന്തായാലും ഇന്നെ എനിക്കിനി വേണ്ട. കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല എന്നുള്ളൂ. എന്നെ പെറ്റ അമ്മയാണ്, മാമ്പർത്ത ഭഗവതിയാണ്. ഇന്നോട് ഞാൻ പുറത്താലും തറവാട്ട് പറഞ്ഞ പെമ്പിളറെ കൈയും കലാശം കാണിച്ച് വശീകരിച്ചു കൊണ്ടുവന്ന മൂദേവി ഇന്നോട് ഞാൻ പൊറുക്കൂല. എല്ലാം വെള്ളം കിട്ടാണ്ട് ചാവണേ, വെള്ളം കിട്ടാണ്ട് ചാവും.
Men don't cry. Don't cry. ധൈര്യം നിൽക്കുന്നില്ലല്ലോ. ഞാൻ വീഴൂല. മാമ്പ്രത്തെ ശേഷി വീഴാൻ പാടില്ല. ഞാൻ വീഴൂല. എടാ ജയ നിക്കടാടാ. എന്ത് തോന്നിയ സട നീ ആ ഗോപിക എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു നീ എനിക്ക് ഓളെ ഇഷ്ടായിട്ടേ എനിക്ക് എന്തോ ചെയ്യാന്നാ. എടാ ജയേ നീ ആരാന്ന് നിന്റെ വിചാരം? ഓന്റെ 100 കണ്ടീഷനും 1000 ഡിമാൻഡ്സും. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതുവരെ നീ മര്യാദയ്ക്ക് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാ? യാഷേ, നീ കാണിച്ച ശുദ്ധ തോന്നിയ സാർ കുട്ടീനെ വേണ്ടാന്ന് വിളിച്ചു പറയാം. ഇനി ഇത് ഒറ്റ കുറപ്പിച്ച കല്യാണമൊന്നുമല്ല. ഞാള് കുറച്ച് ആൾക്കാർ ഇടപെട്ടൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് എന്താ കാര്യം എന്നുള്ളത് ഞാളോടും കൂടെ പറയണം. അതിന്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. എടാ ഇതാ പോയി. എന്താണ്? താങ്ക് യു ചേട്ടാ. നിങ്ങൾ ഈ കാര്യം വീട്ടിൽ ആരോടും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ചതിന് താങ്ക് യു സോ മച്ച്. ഓൾ അമ്മൂമ്മേന്റെ നന്ദി. കല്യാണം ഉറപ്പിച്ച പെണ്ണ് വേറൊരു പെണ്ണുമായിട്ട് കൊളുത്തിരിക്കാന്ന് എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ എന്നെ തന്നെ വൈറലാക്കാൻ ഉദ്ദേശിച്ചില്ല. വെച്ചിട്ട് പോണേ. മോനെ ജയ എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്റെ പെരടിക്കൊന്നും കയറാൻ നിങ്ങൾ പോയട്ടെ. അല്ലടാ, എനിക്ക് പഠിപ്പും വിവരവും ലോകപരിചയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാ വേണ്ട. 70 വയസ്സ് കഴിയാൻ വന്ന എന്റെ അച്ഛനെ നീ ഓർത്താ? അത് പോട്ടെ, 38 കഴിഞ്ഞ എനിക്ക് കല്യാണ യോഗമില്ല എന്നുള്ള കാര്യം നീ ഓർത്താ? ഇല്ല ഇല്ല. അതിന് ഓൻ പുതിയ വല്ല കണ്ടീഷനും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എനിക്ക് ഒന്ന് ഏട്ടൻ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലെന്നാ. മൂപ്പർ ഉദ്ദേശം വേറെന്തല്ലോ ആന്ന്. എടാ 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 ജയേ എടാ അവിടെ ഇക്കടായിരുന്നു. എന്ത് പറഞ്ഞാലും ഇതൊക്കെ പൊറ്റി എടുത്തിട്ട് ഇറങ്ങിക്കോളൂ. എടാ നീ വേണ്ടാത്ത വിചാരിച്ച് നടന്നാലുണ്ടല്ലോ എന്റെ അമ്മേന്റെ ഇളയമായി പോയി. ഇല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടാവും കട്ടുപ്പട്ടി. എന്നാലും മോനെ പത്മിനി ഗുണങ്ങളെല്ലാം ഇല്ല ഒരു മോളല്ലേ നോള്. നിങ്ങളെ ഒലക്കേലൊരു കോടാങ്കി ശാസ്ത്രം. ചെറുപ്പത്തിലെ ഓരോ ലൊട്ടെ പഠിപ്പിച്ച് തന്നിട്ട് പത്മിനിയിലല്ല പത്മനാഭനെ ഞാൻ കെട്ടാൻ പോന്നെ. മോനെ മോനെ ജയേ എടാ അവിടെ നിക്കടായിരുന്നു. അപ്പൊ ഞാനിനി എനിക്ക് പെണ്ണെന്ന് നോക്കണ്ട. ആരെ കെട്ടണം, എപ്പ കെട്ടണം, എങ്ങനെ കെട്ടണമെന്ന് ഇനി മാമ്പറത്തെ ജയേഷ് തീരുമാനിക്കും. നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യും. ഇതൊക്കെ അപ്പുറത്ത് തന്നെ കുഴിച്ചിടാൻ പറ്റിയൊരു സ്ഥലം നോക്കി നോക്ക്. പത്മിനീനെയല്ല പത്മനാഭനെയാ കെട്ടുക. അനീഷേട്ടൻ ഇൻസ്റ്റന്റ് എടുത്ത് നോക്ക്. ഇത്രയും വലിയ പാർട്ടിയൊക്കെ നടത്തിയിട്ട് തെണ്ടികൾ നമ്മളെയൊന്നും വിളിച്ചില്ലല്ലോ. മോന്റെ ഈ അനീഷേട്ടനെ ടാഗ് ചെയ്ത പോസ്റ്റ് എടുത്ത് നോക്ക്. എടാ മാമ, അയ്യോ ഉമ്മ വെക്കുന്നു. മഴവില്ല്. എന്റെ ചെക്കന്റെ കാര്യം വിചാരിക്കുമ്പോ കല്യാണത്തിന് കാര്യം ഞാള് കണ്ടുപിടിച്ചു. മുത്തുമ്മ ഞാള് കണ്ടുപിടിച്ചു. എന്തെന്നാണ് ഇവൻ പറയുന്നത്? പറടാ. ഏട്ടൻ മറ്റേതാന്ന്. മഴവില്ല്. മഴവില്ല ആന്നത്. എന്ത് മഴവില്ല? ഏട്ടൻ മറ്റേതാന്ന്. എന്ത് കുറുക്കനാ? അത് നിങ്ങൾ എന്താ ചിലക്കുന്നത്? കുട്ടനാ കുട്ടൻ പക്കാ കുട്ടൻ. പറയുന്നോടാ പെർക്കിയ. ബേബി ബേബി എന്റെ കല്യാണം ക്യാൻസൽ ആയിരിക്കണം ബേബി. കാസർഗോഡ് തൊട്ട് പാറശാല വരെ എവിടെയാണെങ്കിലും ഞാൻ ഓക്കെയാണ്. ഉറപ്പിച്ച് 22-ന് തന്നെ നീ എന്റെ കല്യാണം നടത്തി തരണം ബേബി. സാർ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് സാർ. എന്താ എന്റെ റിക്വസ്റ്റ്? സാർ ഇപ്പോൾ സാർ നോക്കുന്നത് ഒരു 22 മുതൽ 29 വരെയുള്ള കുട്ടികളെയാണ്.
അത് മാറ്റി ഒരു 30-35 ആക്കുകയാണെങ്കിൽ ഞങ്ങളുടെ 30 കഴിഞ്ഞ് ഒരുപാട് നല്ല കുട്ടികളുണ്ട് സാർ. ബേബി ഞാനൊന്ന് വഴങ്ങി തന്നു വെച്ച് എന്റെ മേത്ത് കയറി കളിക്കറ് ബേബി. 30 കഴിഞ്ഞാളൊന്നും പെൺകുട്ടികളല്ല ബേബി, ഓളെല്ലാം തള്ളച്ചികളാണ്, തള്ളച്ചികള്. അതിനെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗർഭം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ഞാൻ കൃത്യമായിട്ട് എനിക്ക് പൈസ തരുന്നില്ലേ ബേബി. പോയി പണിയെടുക്ക് ബേബി, പോയി പണിയെടുക്ക്. So guys, today we're going to look into an article that explores this concept called challenging conventions in age gap relationships. Throughout literature, authors have challenged presenting such relationships through their work enables writers to shatter societal norms related to love while showing നീ തിരക്കിലാണ്? എന്നെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ടടാ ഞാൻ തിരക്കിലാന്ന്. നീ ഒന്നിങ്ങ് വന്നേ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? നീ കുട്ടനല്ലേടാ? അച്ചാച്ചനാണ് കുട്ടൻ. കണ്ടിട്ട് പറ. എന്താ? എന്നെ വിട്ടാ പുറമ്പോക്ക് പോടാ. ഇനി ഇവിടുന്ന് സേഫ് അല്ല, ഇങ്ങോട്ട് വന്നേ. റെഡിയാണല്ലോ? നോക്കിപ്പോ വരും. വാ ഇരി. ദാഹിക്കുന്നുണ്ടല്ലേ? കുടിക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നമ്മുടെ പാർട്ടി പങ്കെടുത്ത കംപ്ലീറ്റ് ചെക്കന്മാരെ നീ പിടിച്ച് ഉമ്മവയ്ക്കുന്നുണ്ടല്ലോ. എത്ര പെണ്ണുങ്ങളുണ്ടായിരുന്നോ അവിടെ? ഏതേലും ഒന്നിട്ട് നീ പോയാ? നീ പിടിച്ച് ഉമ്മ വെച്ച ചെക്കൻ ആരാന്നറിയോ? എടാ ഞാൻ കള്ളിന്റെ പുറത്ത് അറിയാണ്ടെന്തെങ്കിലും ചെയ്തു പോയതായിരിക്കും. ഇനി എല്ലാം കൂടെ വീഡിയോ പിടിച്ച് ബാക്കിയുള്ളവരായിട്ട് നാറ്റിക്കുക. ഇന്നെ പോലെ തന്നെ വേണോടാ ചങ്ങായിട്ട് കൊണ്ടു കിടക്കാൻ. സോറി മാൻ, ഞാൻ നിന്നെ മോശക്കാരനാക്കിയതല്ല, നിന്നെ വെളിപ്പെടുത്തിയതാണ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ആ ഗോപി ഒഴിച്ച് നീ കണ്ട വേറെ ഏതെങ്കിലും ഒരു പെണ്ണെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? പറ. ഇല്ല. എനിക്ക് സംശയം പണ്ടുണ്ട്. കാരണം നീ ഒരു കുത്തുസീഡി കാണാറില്ല, ഞാനെന്റെ നടുപ്പേജ് നീ കീറി നോക്കാറില്ല. പെണ്ണുങ്ങളെ കാണുമ്പോ നീ വികാരഭരിതനാവാറില്ല. ഓറെ വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ, എന്തിന് വേണ്ടാത്ത സ്ഥലങ്ങളിൽ പോലും നീ നോക്കാറില്ല. പണ്ട് മമ്മൂക്ക പറഞ്ഞ പോലെ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സാർ. സൂര്യൻ ഒരു നാളെ കറുത്ത മറന്നേക്ക് പുറത്ത് വരും. അങ്ങനെ മറന്നേക്ക് പുറത്ത് വന്ന കുട്ടനാണ് അത്. കുട്ടൻ. Trust me. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സാർ. സൂര്യൻ ഒരു നാളെ കറുത്ത മറന്നേക്ക് പുറത്ത് വരും. അങ്ങനെ മറന്നേക്ക് പുറത്ത് വന്ന കുട്ടനാണ് അത്. കുട്ടൻ. ചോദ്യോത്തര ജനാലയിലേക്ക് പ്രവേശിക്കുവാൻ ഇവിടെ ഞെക്കുക. നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങളെ സംശയത്തോടെ നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ അതേ ലിംഗത്തിൽ പെടുന്ന ആളെ ചുംബിച്ചിട്ടുണ്ടോ? എതിർ ലിംഗത്തിലൊരു പങ്കാളിയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? A+ വിഭാഗത്തോട് എപ്പോഴെങ്കിലും മമത തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് നേരായ ലൈംഗിക ചിത്രങ്ങൾ കണ്ട് അറപ്പ് ഉളവായിട്ടുണ്ടോ? ഉത്തരങ്ങൾ പരിശോധനയിൽ ആണ്. കാത്തിരിക്കൂ, കാത്തിരിക്കൂ. അഭിവാദ്യങ്ങൾ. നിങ്ങളൊരു അനുരാഗി ആവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങളെ കല്യാണം നടക്കുക ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കും. അതൊരാണാവാം, പെണ്ണാവാം, എന്തു ആവാം.
ജയേഷ് എന്താ ഇത്ര രാവിലെ? പുരയിലിരുന്നിട്ടൊരു സമാധാനമല്ലേ സാർ? പോര വേണ്ട, എൻ്റെ ക്യാബിനിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. താൻ വാടോ. ഞങ്ങൾ കുറച്ച് പേരിവിടെ ഉണ്ടായിരുന്നു. നീ തേടേണ്ടത് തേടിയില്ല, കാണേണ്ടത് കണ്ടില്ല. ജയേഷിന് ഓർമ്മയുണ്ടോ? ജയേഷ് ഒരു ദിവസം പൂക്കൾ നിറഞ്ഞ ഷർട്ടിട്ടുകൊണ്ട് വന്നത്. ഇളം കാറ്റ് ജയേഷിന്റെ മുടിയിലൂടെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാ, ഈ നായരുകുട്ടിയെ ഒരുത്തിക്കും ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന്. ഓൻ എന്റെയാന്ന്. സുഹൃത്തായിട്ട് കണ്ടൂടെ? സുഹൃത്താണ് എന്നെ ഒന്നും ചെയ്യരുത് സാർ, എന്നെ നശിപ്പിക്കരുത് സാറിന് എന്നെ ഒരു അനിയനായിട്ട് കണ്ടൂടെ? You have no idea how badly I wanted this. ബാബുട്ടാ, no! No, no, no! വേണ്ട, ബാബുട്ടാ, no! Slow? Slow അല്ല ബാബുട്ടാ, no! Okay. No means no, ബാബുട്ടാ! നീ എന്താടാ എന്നെ ചെയ്ത? നീ അപ്പുറത്തെ പ്ലസ് വർക്കുന്നില്ല. ചെയ്യാൻ പറ്റിയ ഒരു മുതല് എല്ലാ വൈകുന്നേരം കിടന്നിറങ്ങി ഓരോ സ്വപ്നവും കാണും. പിന്നെ